തൃശൂർ കോടാലിയിലെ 8 വയസ്സുകാരന്റെ മരണം പാമ്പുകടിയേറ്റ്. കുട്ടിയുടെ ദേഹത്ത് പാമ്പുകടിയേറ്റതിന്റെ പാട് കണ്ടെത്തി. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഏറെ ദുഃഖകരമായ വാർത്തയാണ്. ഈ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങിയ മുറിയിൽ പാമ്പുണ്ടായിരുന്നുവെന്നാണോ ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത്? അതെ, ആദ്യഘട്ടത്തിൽ ക്രിസ്റ്റീന നമ്മളെല്ലാവരും കരുതിയിരുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ അടക്കം പ്രതികരണം അതുതന്നെയായിരുന്നു. ഒരു ഭക്ഷ്യവിഷബാധ, ഒരു ജ്യൂസ് കഴിച്ചു, ഒരു ഷെയ്ക്ക് കഴിച്ചിരുന്നു, അതിന്റെ ഭാഗമായി ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്നായിരുന്നു അമ്മയടക്കമുള്ള ആളുകളുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് അടക്കം കടന്നത്. ഈ സമയത്താണ് വീട്ടുകാരും അതുപോലെ തന്നെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ചേർന്ന് ഈ കുട്ടികൾ കിടന്നിരുന്ന ഈ പ്രദേശം പരിശോധിച്ചത്. അങ്ങനെയാണ് ഈ പ്രദേശത്ത് നിന്ന് പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് പാമ്പ് കടിയേറ്റ പാടുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇളയ കുട്ടി, മരിച്ച കുട്ടി ആൽജോ എന്നാണ് കുട്ടിയുടെ പേര്. 8-9 വയസ്സാണ് കുട്ടിക്ക് പ്രായം. എന്തായാലും മൂത്ത കുട്ടിക്കും പാമ്പ് കടിയേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കുട്ടി അപ്പോളോ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ അബോധാവസ്ഥയിലായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ മൂർഖൻ പാമ്പിനെ വീട്ടുകാർ ചേർന്ന് തല്ലിക്കൊന്നിട്ടുണ്ട്. ഈ പാമ്പിന്റെ കടിയേറ്റു എന്ന് ഡോക്ടറും ഏതാണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. ശരീരത്തിൽ പാടുകളുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാക്കാനാകൂ എന്നാണ് ഡോക്ടേഴ്സ് അറിയിക്കുന്നത്. ശരി, എന്തായാലും വളരെ ദുഃഖകരമായ കാര്യമാണ്. ഉറക്കത്തിൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. സാധാരണഗതിയിൽ അതെങ്ങനെയാണ് സീത്ത്? അവിടെ ഈ പറയുന്ന ബെഡിനടിയിലാണോ, പാമ്പുള്ള മേഖലയാണോ? സങ്കടകരമായ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്താണ് സീത്ത്? ഹാഷ്മി, പാമ്പുള്ള മേഖലയാണോ എന്ന് ചോദിച്ചാൽ ചൂടുകാലമാണ്. ഏതെങ്കിലും തരത്തിൽ തണുപ്പ് തേടിയൊക്കെ പാമ്പുകൾ വീടിനകത്തേക്ക് കയറുന്നത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ കുട്ടികൾ കിടന്നിരുന്ന ബെഡിനടിയിൽ നിന്ന്, ആ പരിസരത്ത്, ആ മുറിയിൽ നിന്ന് തന്നെയാണ് പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നത്. ഡോക്ടർ എന്തായാലും ആദ്യ പരിശോധനയിൽ തന്നെ ഈ ആൽജോയുടെ ശരീരത്തിൽ ഈ പാട് കണ്ടെത്തിയിരുന്നു. അത് ഭക്ഷ്യവിഷബാധയല്ല എന്ന് ഡോക്ടർ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഒരു പരിശോധനയിലേക്ക് കടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയാണ് പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നത്. നാട്ടുകാരും വീട്ടുകാരും ചേർന്ന പാമ്പിനെ തല്ലിക്കൊന്നിട്ടുണ്ട്. ഇനി കൂടുതൽ വിശദാംശങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അതേ ഘട്ടത്തിൽ ഇന്നലെ വൈകുന്നേരം കുടിച്ച എന്തോ ഷെയ്ക്കാണ് അതിൽ നിന്നുള്ള ഭക്ഷ്യവിഷബാധ എന്തോ എന്ന് കരുതിയിരുന്നു അല്ലേ സീത്ത്? തീർച്ചയായും അങ്ങനെ കരുതിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഇന്നലെ വൈകുന്നേരം അവിടെ ഒരു വികാരിയുടെ, പള്ളിയിലച്ഛന്റെ ഒരു സ്ഥാനാരോഹണ ചടങ്ങുണ്ടായിരുന്നു. അതിനുശേഷം അവിടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചാണ് വീട്ടുകാർ സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് എത്തുന്നത്. ശേഷം വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ അവക്കാഡോ ഷേക്ക് ഉണ്ടാക്കി കഴിക്കുന്നത്. അത് അച്ഛനും അമ്മയും ഈ 2 കുട്ടികളും ഒക്കെ കുടിച്ചിരുന്നു. അത് സ്വാഭാവികമായി അച്ഛനും അമ്മയ്ക്കും യാതൊരു കുഴപ്പവുമില്ല. രാവിലെ കുട്ടി അസ്വസ്ഥനായി, ശ്വാസം മുട്ടുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ അസ്വസ്ഥത കാണിച്ചപ്പോൾ, വയറിന് പ്രശ്നമുണ്ടെന്ന് എന്ന തരത്തിൽ അസ്വസ്ഥത കാണിച്ചപ്പോൾ ജീരകവെള്ളം കൊടുക്കുകയായിരുന്നു. തുടർന്നാണ് വീണ്ടും കുട്ടി അബോധാവസ്ഥയിലാവുന്നത്. 2 കുട്ടികൾക്കും സമാനമായ ലക്ഷണം കണ്ടതോടുകൂടിയാണ് പെട്ടെന്ന് വീട്ടുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് ഇത്തരത്തിൽ ഈ പറയുന്ന ഡോക്ടർ പരിശോധന നടത്തിയത്. ആദ്യ പ്രതികരണമാണ് മാതാവിന്റെ, അത് ഷെയ്ക്കായിരുന്നു കുടിച്ചിരുന്നതെന്ന്. പക്ഷേ അപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയായിരുന്നു. 2 പേർക്ക് മാത്രം എങ്ങനെയാണ് ഇത്തരത്തിൽ വരിക? അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് മറ്റെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനയിലേക്ക് കടക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് ഈ ഷെയ്ക്ക് കുടിച്ചതിന്റെ അല്ല എന്ന് ഡോക്ടർ സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഈ മരണം പാമ്പ് കടിയേറ്റാണ് എന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. പാമ്പിനെ കിട്ടിയിട്ടുണ്ട്. ഹാഷ്മി, അനോഷ് എന്ന് പറയുന്ന ആൾജോയുടെ സഹോദരനും പാമ്പ് കടിയേറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. അവനും ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് പരിഹരിക്കപ്പെട്ട് ആരോഗ്യം വീണ്ടെടുക്കട്ടെ. എന്തായാലും സങ്കടകരമായ വേദന ഉണ്ടാക്കുന്ന വാർത്ത തന്നെയാണ്. പാമ്പ് കടിയേറ്റ് ഒരു 8 വയസ്സുകാരൻ മരിച്ചു എന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.